കനത്ത മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് തൊട്ടടുത്ത വീട്ടിലേക്ക് വീണ് ജനാല ചില്ലുകളും പട്ടിക്കൂടും തകർന്നു. സംരക്ഷണ ഭിത്തി തകർന്ന വീടും അപകടാവസ്ഥയിലായി. ചെറുപുഴ പാമ്പൻകല്ലിൽ ഇന്ന് രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. തിരുമേനി താന്നിച്ചാലിലും വീടിന്റെ മുറ്റം ഇടിഞ്ഞു താഴ്ന്നു. കനത്ത മഴയിൽ ചെറുപുഴ പാമ്പൻകല്ലിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് തൊട്ടടുത്ത വീട്ടിലേക്ക് വീണു. ഈട്ടിക്കൽ രാജന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ്. മുറ്റം കെട്ടി ബലപ്പെടുത്തിയിരുന്ന കോൺക്രീറ്റ് ബീം ഉൾപ്പെടെ 25 മീറ്ററോളം നീളത്തിൽ തകർന്നു വീണത്. ഒരു ഭയങ്കര ഭീകരമായ അവസ്ഥയാണ്. ഈ ഒരു 10-20 മീറ്ററോളം വരുന്ന മതിലിടിഞ്ഞ് സന്തോഷം എന്ന് പറയുന്ന ആളുടെ, ചങ്ങരോടത്ത് സന്തോഷം എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്കാണ് ഇത് സത്യത്തിൽ വീണിരിക്കുന്നത്. അവരുടെ ഗ്ലാസ് ജനലെല്ലാം പൊട്ടിയിട്ടുണ്ട്. അവരുടെ പക്ഷിക്കൂട് എല്ലാം നശിച്ചു. ആ പട്ടി ഭാഗ്യം കൊണ്ടാണ് പട്ടി രക്ഷപ്പെട്ടത്. അതുതന്നെയല്ല, ഇതൊരു പകൽ സമയമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിൽ കൂടുതൽ ഒരു ഭീകരമായ ഒരു അന്തരീക്ഷം ഇവിടെ ആയാൽ. ഒരു 3-4 വർഷം മുമ്പ് പണിതൊരു മതിലാണിത്. ഏതായാലും ഭാഗ്യം കൊണ്ട് ആൾക്കാർക്കൊന്നും പറ്റിയില്ല. ഇത്ര നാശനഷ്ടം ഉണ്ടായി, ആൾക്കാർക്കൊന്നും സംഭവിച്ചില്ല. അതിന് ഭയങ്കര ഒരു ഭാഗ്യമാണ്. ഒരു മഴയുടെ ഭീകരാവസ്ഥയാണ് നമ്മുടെ നാട്ടിലിത് കാണുന്നത്. തൊട്ടടുത്ത ചങ്ങലവളപ്പിൽ സന്തോഷിന്റെ വീടിന്റെ ഭാഗത്തേക്കാണ് കല്ലും മണ്ണും ഉൾപ്പെടെ മതിൽക്കെട്ട് ഇടിഞ്ഞു വീണത്. കല്ല് വീണ് ഈ വീടിന്റെ ജനാല ചില്ലുകൾ തകർന്നു. സമീപമുണ്ടായിരുന്ന പട്ടിക്കൂടും തകർന്നു. കൂട്ടിലുണ്ടായിരുന്ന പട്ടിയെ ഏറെ പണിപ്പെട്ട് നാട്ടുകാർ രക്ഷപ്പെടുത്തി. സംരക്ഷണ ഭിത്തി തകർന്ന വീടും അപകടാവസ്ഥയിലായി. തിരുമേനി താന്നിച്ചാൽ വളപ്പു കണ്ടത്തെ KK ജൈമോന്റെ വീടിന്റെ മുറ്റവും കനത്ത മഴയിൽ ഇടിഞ്ഞു താഴ്ന്നു. കനത്ത മഴ തുടരുന്നതിനാൽ മലയോരത്ത് പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. അമ്മു, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം? നിന്റെ കളിയും ചിരിയും കുസൃതിയും, പിന്നെ നിന്റെ ആ കുട്ടിച്ചോദ്യവും. ഇതെനിക്ക് തരുമോ? തരില്ല. ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ. മുത്തശ്ശിക്ക് ഇതാര് കൊടുത്തതാ? മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്. അപ്പൊ ഇത് ശരിക്കും മാറിയ? ഇതെനിക്ക് തരുവോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും, മനസ്സും നിറയും.